ക്രിസ്തുവിൽ പ്രിയരെ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് വലിയ ആകാംക്ഷയും പ്രതീക്ഷയുമുണ്ട്. ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും ദൈവികമായ സ്വഭാവത്തിൽ അവരെ വളർത്തുവാനും വചനത്തേക്കാൾ ശക്തമായ മറ്റൊരു വഴിയുമില്ല. നിങ്ങളുടെ കുട്ടിയുടെ പെരുമാറ്റം, ചിന്താഗതി, ആത്മീയ ജീവിതം എന്നിവ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള, ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥനയായി ചൊല്ലാൻ കഴിയുന്ന 7 വേദപുസ്തക വാക്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുട്ടികളുടെ പേര് ചേർക്കാൻ മറക്കരുത്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കർത്താവേ, എൻ്റെ മക്കളെ അങ്ങേക്ക് പ്രസാദകരമായ വഴിയിൽ വളർത്താൻ എനിക്ക് കൃപ നൽകണമേ. എല്ലാ പാപത്തിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും, ദുസ്വാധീനങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധീകരിക്കണമേ. കുറ്റബോധം, ലജ്ജ, ശിക്ഷാവിധി എന്നിവയ്ക്ക് അവരുടെ മേൽ ഇനി യാതൊരു അധികാരവും ഇല്ലാതിരിക്കട്ടെ. സങ്കീർത്തനം 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കർത്താവേ, എൻ്റെ മക്കൾ അങ്ങയിൽ പ്രസാദിക്കുകയും അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. ജീവജലത്തിനരികെ നട്ട ഫലം കായ്ക്കുന്ന ഉണങ്ങാത്ത വൃക്ഷം പോലെ അവരെ അങ്ങ് സ്ഥാപിക്കണമേ. ദൈവീകമായ സ്വഭാവത്തിലും സന്തോഷത്തിലും സ്വാധീനത്തിലും വിജയത്തിലും അവർ തഴച്ചു വളരട്ടെ. റോമർ 12:2 ഇപ്രകാരം പറയുന്നു: ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. കർത്താവെ, എൻ്റെ മക്കളുടെ ചിന്താഗതിയെ രൂപാന്തരപ്പെടുത്തണമേ. ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് അവരെ കാക്കണമേ. അങ്ങയുടെ സത്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും അവരുടെ മനസ്സിനെ ദിവസവും പുതുക്കണമേ. 2 തീമോത്തിയോസ് 1:7 ഇപ്രകാരം പറയുന്നു: ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയല്ലോ ദൈവം നമുക്ക് നൽകിയത്. എൻ്റെ മക്കളുടെ ജീവിതത്തിലെ ഭയത്തെയും ആശയക്കുഴപ്പത്തെയും ഞാൻ ശാസിക്കുന്നു. കർത്താവെ, ആത്മനിയന്ത്രണവും വ്യക്തതയും വൈകാരിക സ്ഥിരതയും നിറഞ്ഞ സുബോധമുള്ള മനസ്സ് അവരിൽ അങ്ങ് നൽകണമേ. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാകുന്നു. പരിശുദ്ധാത്മാവേ, ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ മക്കളിൽ കായ്പിക്കണമേ. സ്നേഹം, ക്ഷമ, ദയ, ആത്മനിയന്ത്രണം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞ് പെരുമാറ്റത്തെ ഭരിക്കാൻ ഇടയാക്കണമേ. സങ്കീർത്തനം 119:11 വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ വചനം എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ ധാരാളമായി വസിക്കട്ടെ. അത് അവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് വഴികാട്ടിയും തെറ്റായ പെരുമാറ്റത്തിനെതിരെ ഒരു കവചവുമായി മാറട്ടെ. യെശയ്യാവ് 54:13 വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. പിതാവേ, എൻ്റെ മക്കളെ അങ്ങയുടെ ആത്മാവിനാൽ നേരിട്ട് പഠിപ്പിക്കണമേ. അങ്ങയുടെ ദിവ്യജ്ഞാനം അവരുടെ പ്രവർത്തികളെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തിലും മനസ്സിലും പെരുമാറ്റത്തിലും വാഴട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ.